അപ്പം നമ്മൾ കുറച്ച് നേരം ഇവിടെ കിടന്നുറങ്ങാൻ പോവാം. ഇപ്പം എല്ലാം വെച്ചായിരുന്നു, പക്ഷെ ഇപ്പം എണീക്കാൻ വയ്യ. അപ്പം നമുക്ക് കുറച്ച് നേരം ഇവിടെ കിടന്നുറങ്ങാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എണീക്കാം. എനിക്കും എക്സാം ഉണ്ട് കേട്ടാ. എന്തെങ്കിലും കടക്കുന്നു നോക്ക്. ഇങ്ങനെ നടന്നോ, എനിക്ക് പഠിക്കണേ പോയിട്ടാ. രാവിലെ ഞാൻ അലാം വെച്ചിട്ടാ. എന്നിട്ട് ഇന്നലെ രാത്രി കിടന്നുറങ്ങിച്ചിട്ട് ലേറ്റായി, പഠിച്ചിട്ടൊക്കെ കിടന്നുറങ്ങിച്ചിട്ട് ലേറ്റായി. അപ്പം ഞാൻ അലാം വെച്ച്. എന്നിട്ട് ഞാൻ രാവിലെ എണീക്കുമെന്ന് പറഞ്ഞ് രാവിലെ അലാം വെച്ച്. എന്നിട്ട് ഞാൻ എൻ്റെ റൂമേനോട് ചോദിച്ചു, കുറച്ച് നേരം ഇവിടെ കിടന്നുറങ്ങിയാലോ. അപ്പോൾ അതാണ് യെസ്, നമുക്ക് കുറച്ച് നേരം ഇവിടെ കിടന്നുറങ്ങാം. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ കിടന്നുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു 15 മിനിറ്റ് മുന്നോട്ട് വെച്ച്. എന്നിട്ട് പിന്നെയും എണീറ്റു. കുറച്ചേരോട് കിടന്നുറങ്ങാം, കുറച്ചേരോട് കിടന്നുറങ്ങാം, പിന്നെയും കിടന്ന്. വാട്ടല്ല അവളിപ്പോൾ പോയിട്ടോ. ഇനി ഞാൻ എണീറ്റിട്ട് ഞാൻ പല്ലൊക്കെ തേച്ച്, എനിക്ക് ഉച്ചയ്ക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് എക്സാം ഉള്ളത്. ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. അപ്പം എന്താ, അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ ഇപ്പോൾ പോയി ബ്രഷൊക്കെ ചെയ്ത് വന്ന് എനിക്കൊരു ഒന്നുകൂടെ ഒന്ന് വായിക്കാനുണ്ട്. അപ്പോൾ അത് വായിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണമെന്നുണ്ട്. ഇന്ന് ബേസിക്കലി നമ്മൾ ഒരു എക്സാം ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഇവിടെ തൊട്ട് എക്സാം എഴുതാൻ പോകുന്നവരെ, എന്നിട്ട് പിന്നെ തിരിച്ചു വരുന്നവരെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ അറിയുന്നതായിരിക്കും എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണമെന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആലോചിക്കാം എന്താ ചെയ്യണ്ടേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് മുഖ്യമാണ്. സോ ആലോചിക്കട്ടെ. ഇതിന് മുമ്പ് പോയിട്ട് ബ്രഷൊക്കെ ചെയ്ത് എല്ലാം റെഡി ആവട്ടെ. ഓക്കെ, കുറച്ച് വെള്ളമാവാം. രാവിലെ എണീക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളം കുടിക്കുന്ന ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളമാവാം. എന്നിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഇപ്പോൾ പോയി ഫുഡ് കഴിക്കണോ കുറച്ച് നേരം പഠിച്ചിട്ട് പോയി ഫുഡ് കഴിക്കണോ എന്ന് ആലോചിക്കാം. എൻ്റെ ഫ്രണ്ട് അവൾ എണീറ്റോ എന്ന് എനിക്കറിയില്ല. അവൾ എണീറ്റോ എന്ന് പോയി നോക്കണം. അപ്പം ഞാൻ ആലോചിച്ചു, എന്നാൽ പിന്നെ ഒരു സമാധാനത്തിനൊരു 2 ടോപ്പിക് ഒന്ന് വായിച്ചിട്ട് പോയി ഫുഡ് കഴിക്കാമെന്നാണ് ഞാൻ ഓർക്കണത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ടെൻഷൻ അടിച്ചിട്ട് മനുഷ്യൻ ഇതായിപ്പോവും. അപ്പോഴത്തേക്ക് ഞാൻ ഓർക്കണത് ഇപ്പം അങ്ങനെയാണ്. ഒരു 2 ടോപ്പിക് വായിക്കാം, എന്നിട്ട് പിന്നെ ഒന്ന് പോവാം. ഇപ്പം എൻ്റെ ഉറക്കമൊക്കെ മാറിട്ടോ. ഇന്ന് ഉറക്കം വരില്ല എന്നുള്ളൊരു നിഗമനം. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, നമ്മൾ കുറച്ചു നേരം പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ വേഗം ഇറങ്ങിയതാണ് ഇവൾ. അപ്പൊ ഇവളുടെ കൂടെയാണ് ഇവളുടെ കൂടെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. ഇവിടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ സ്ഥലം. അപ്പൊ എനിക്കിനി ഒന്ന് വായിക്കാനുണ്ട് കുറച്ച്. പക്ഷെ ഞാൻ ഓർത്തു ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് മര്യാദയ്ക്കിരുന്ന് ഒന്നുകൂടെ വായിക്കാന്ന്. അപ്പൊ ഇവൾക്ക് ടേബിൾ മേടിക്കണം. പക്ഷെ നമ്മൾ ടേബിൾ മേടിക്കാൻ പോകുന്ന അറിയത്തില്ല. നമ്മൾ ചിലപ്പോൾ ഇവിടെ ഡിച്ച് ചെയ്യും. എന്തായാലും എന്താ കഴിക്കുന്നത്, അവളൊരു ബൂസ്റ്റ് കുടിക്കാനാണ് ഇപ്പൊ പോകുന്നത്. അൺഹെൽത്തി ചൈൽഡ്. നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കണം ഗൈസ്, പ്രോപ്പറായിട്ട്. വഴിയിൽ ഇങ്ങനത്തെ ഒക്കെ വെക്കാന്നുള്ളതാണ് ബാംഗ്ലൂരിലെ ആചാരം. എന്നിട്ട് നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഞെരുങ്ങി നടക്കണം. റോഡ് ആൾക്കാർക്ക് നടക്കാനുള്ളതല്ല, ഇങ്ങനത്തെ സാധനങ്ങൾ വെക്കാനുള്ളതാണ് ഈ റോഡ് എന്ന് പറയുന്നത്. ഞാനെന്നിട്ട് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത് മസാല ദോശയാണ് കേട്ടോ. എനിക്ക് പൊതുവെ മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് അത്ര ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിക്കാൻ പറ്റിയില്ല. ഇച്ചിരി വേസ്റ്റ് ആക്കേണ്ടി വന്നു. ഇവളാണ് കുറച്ച് കഴിച്ചത്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു വന്നു. ഇവള് 2 ബൂസ്റ്റൊക്കെ കുടിച്ചിട്ടോ. നമ്മളാദ്യം എനിക്കും ഞാൻ ബൂസ്റ്റ് മറ്റു. പക്ഷെ മസാല ദോശ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ എനിക്ക് തണുത്ത എന്തെങ്കിലും കുടിക്കാൻ തോന്നി. അപ്പോഴത്തേക്ക് ഞാൻ ലൈം ജ്യൂസ് പറഞ്ഞു. അതിൻ്റെ ഇവള് 2 ബൂസ്റ്റ് എടുത്ത് കുടിച്ചു. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ നോക്കായിരുന്നു, ഈ കുട്ടി എന്താ ഒരെണ്ണെടുത്ത് കുടിക്കുന്നു, അപ്പം തന്നെ വേറൊരെണ്ണെടുത്ത് കുടിക്കുന്നു. ടൊമയെ കാണാൻ പോകുന്ന പോലെ, അതെ, കാണുന്ന പോലെ ഒന്നും അല്ല. പിന്നെ ഞാനാണെങ്കിൽ ഇപ്പൊ എക്സാം ഒക്കെ ആണല്ലോ. അപ്പൊ 2 പെന്നൊക്കെ മേടിക്കണല്ലോ. എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് നാണക്കേടാണ്. അവിടെ നിന്ന് ചോദിക്കാൻ പറ്റില്ല. പൈതൽ വാച്ച് തരണം കേട്ടോ. അപ്പൊ അങ്ങനെ ഇപ്പം റൂമിലെത്തി. എന്നിട്ട് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കോളേജിൽ പോകാൻ പറ്റില്ല. നമുക്ക് എന്നെ പുറത്താക്കും ഇങ്ങനെ കോളേജിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പോയി ഡ്രസ്സ് മാറണം. അതിന് മുമ്പേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി പഠിക്കാനുണ്ട് കുറച്ചുകൂടി. അത് കുറച്ചുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡ്രസ്സ് മാറുന്ന സമയത്ത് ഞാൻ വരുന്നതായിരിക്കും. ഞാനാണെങ്കിൽ വായിച്ച് മതിയായി. എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ പഠിക്കണ സമയത്ത് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ഞാൻ തേരാപ്പാര അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും. ഞാൻ ചില സമയത്തൊക്കെ ഞാൻ ബാത്റൂം പോയി നിൽക്കുന്ന സമയത്ത് അവിടെ നിൽക്കും കേട്ടോ.
എന്നിട്ട് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഒരു പോയിന്റ്. അപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആൾക്കാർ ശരിക്കും ഞാനിങ്ങനെ ഒരുമാതിരി ഷമ്മിക്കളി കളിക്കും. ഞാനിങ്ങനെ ഒരു സൈഡിലേക്ക് തന്നെ ഞാൻ നോക്കിയിട്ടിരുന്നിട്ട് ഞാൻ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരിക്കും എന്താ ആൻസർ എന്ന്. പക്ഷെ ആൾക്കാർ നോക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് കണ്ണ് പോലും ബ്ലിങ്ക് ചെയ്യുന്നുണ്ടാവില്ല. അതുപോലെയൊക്കെയാണ് ഞാൻ. അപ്പം പഠിച്ച ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞു, ഒന്ന് വായിച്ചൊക്കെ നോക്കി, എല്ലാം അതൊക്കെ റെഡിയായി. അപ്പോൾ ഇനി ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോകണം. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ഉറക്കം വരും. ഉറക്കം നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണല്ലോ. ഇപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റിയിട്ടും സെക്യുലറിസത്തെ പറ്റിയിട്ടൊക്കെ പഠിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയാണ്, ഉറങ്ങാനുള്ളത് എൻ്റെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലേ. അപ്പോഴത്തേക്കും ഞാൻ ഓർത്തു എക്സാമിന് പോകുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് നാപ്പ്, ഒരു പവർ നാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ്നെസ് ഉണ്ടാവുമല്ലോ. ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടാണ് പവർ നാപ്പ് എടുക്കുന്നത്. പക്ഷേ എണീക്കണത് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷെ അല്ല കേട്ടോ, സീരിയസ് ആയിട്ടുള്ള സമയങ്ങളിൽ ഞാൻ സീരിയസ് ആയിട്ടുള്ള പവർ നാപ്സ് എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇപ്പം എനിക്ക് ഉഴപ്പാൻ പറ്റത്തില്ല, അപ്പോൾ ഞാനൊരു 15 മിനിറ്റ് പവർ നാപ്പ് എടുക്കാം, എന്നിട്ട് എണീറ്റ് നേരെ റെഡി ആയിട്ട് കോളേജിൽ പോകാൻ ഓർത്തു. കോളേജിലേക്ക് ഫ്രണ്ട്സ് ഇപ്പോൾ വരുമായിരിക്കും. അപ്പോഴത്തേക്ക് ഞാൻ ഓർത്തൊന്ന് അവിടെ പോയിട്ടൊന്ന് ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യത്തില്ല. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ഞാൻ വല്ലതും പഠിക്കാത്ത വല്ലതും അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ വീഴും. ഞാൻ പിന്നെ എനിക്ക് ടെൻഷനാവും, അതാവും ഇതാവും. അപ്പോഴത്തേക്ക് ആ ടെൻഷൻ അടിക്കുന്ന പരിപാടിക്ക് ഞാൻ നിൽക്കുന്നില്ല. വെറുതെ എന്തിനാണ് നമ്മൾ വേണ്ടാത്ത പരിപാടികൾക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു വന്നാൽ പിന്നെ ഒരു നാപ്പ് എടുത്തിട്ട് കോളേജിൽ പോയിട്ട് ബാക്കിയൊന്ന് നോക്കാമെന്നുള്ളത്. അപ്പം ഞാൻ പോയിട്ടൊരു ഒരു കുഞ്ഞി നാപ്പ് എടുക്കട്ടെ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഒരു സൗണ്ട്? ചെണ്ട കൊട്ടുന്ന കേൾക്കുന്നുണ്ടോ? കറക്റ്റ് ഉറങ്ങാൻ കിടന്ന് ഞാനൊന്ന് കണ്ണടച്ചെന്ന് വന്നപ്പോൾ തുടങ്ങിയതാ. എൻ്റെ ദൈവമേ, കേൾക്കാലോ അല്ലേ? പുറത്തുനിന്ന് ചെണ്ടമേളമാണ്. ഈ എക്സാം സമയത്ത് ഇവർക്ക് ചെണ്ട കൊട്ടണം, ഇവർക്ക് അലമ്പുണ്ടാക്കണം, എല്ലാവിധ കാര്യങ്ങളും അവർക്ക് ചെയ്യണം. കോപ്പ് ഇനി എവിടെ നിന്ന് ഉറങ്ങാൻ? ഇത്ര സൗണ്ടിൽ എങ്ങനെ ഉറങ്ങാനാ? ഇനി ഇവര് കുറച്ച് ശീലാക്കി ജവാനി പാട്ട് കൂടെ പ്ലേ ചെയ്യട്ടെ. കുറച്ച് ഉറക്കെ അങ്ങോട്ട് പാട്ട് കൂടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും, അടിപൊളി. എൻ്റെ രോദന ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടോ? ഞാൻ പോവാ. ഞാൻ എന്തായാലും കോളേജിലേക്ക് പോകാം, പ്രശ്നം കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ കോളേജിലേക്ക് പോകാൻ റെഡി ആവുന്ന സമയത്താണ് എൻ്റെ റൂംമേറ്റിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് അവൾ തിരിച്ചു വന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണെങ്കിൽ അവളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യായിരുന്നു കേട്ടോ. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നത്, എങ്ങനെ ഉണ്ടായിരുന്നു, തള്ളി എഴുതാൻ പറ്റിയില്ലേ, കോപ്പി അടിക്കാൻ പറ്റിയോ? കോപ്പി അടിച്ചെന്നില്ല കേട്ടോ, ബൈ ഗൈസ്, നോ. അങ്ങനെ അതിന് ശേഷം പിന്നെ ഈ ലിപ്സ്റ്റിക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനീഷ് മൽഹോത്രയുടെ നൈറ്റ് ഓറ എന്ന് പറയുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ. ഇത് ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇടാറുള്ളത്. ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന കുർത്തിയുടെ സെയിം ഷെയ്ഡ് തന്നെ ഓൾമോസ്റ്റ് അത്. അപ്പോൾ ഇവൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ പറയുന്നത് ഞാൻ റിപ്ലൈ പറയുന്നത് കേട്ടോ. ഇങ്ങനെ ആണോ, ആ ലോ ഇല്ല, ഈ ലോ അടുത്ത വർഷം തൊട്ടുണ്ടാവില്ല, ഇനി അതും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടോട്ട് ചുമ്മാ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിനുശേഷം പൊട്ടൊക്കെ തൊട്ട് മുടിയൊക്കെ ചുമ്മാ വെള്ളമൊക്കെ വെച്ച് പരട്ടി അതിനുശേഷം കഴിഞ്ഞു. ഇത്രയൊക്കെ റെഡി ആയാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ കോളേജിലേക്ക് പോവാണ്. ID കാർഡൊക്കെ എടുത്തിട്ട് എൻ്റെ റൂംമേറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞു കേട്ടോ. അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പഠിപ്പിച്ചിട്ട് നന്നായിട്ടുള്ള എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിപ്പിച്ചതൊക്കെ അവൾ നന്നായിട്ടൊക്കെ എഴുതി. നമ്മൾ കണ്ണൊന്നും എഴുതുന്നില്ല. നമ്മൾ എക്സാം ആകുമ്പോൾ നമ്മൾ കുറച്ച് തളർന്നു പോകണം. എക്സാം ആകുമ്പോൾ നമ്മളങ്ങനെ ഇച്ചിരി തളർന്ന്. അപ്പോൾ ഇവർ ചോദിക്കുമ്പോൾ ലിപ്സ്റ്റിക് അപ്പോൾ തളർച്ചില്ല. ലിപ്സ്റ്റിക് ഞാൻ ഇടും, നോ മാറ്റർ വാട്ട്. പക്ഷെ നമ്മൾ കണ്ണെന്ന് എഴുതാൻ കുറച്ച് കണ്ണൊക്കെ ഇങ്ങനെ തളർന്നിരിക്കട്ടെ, പഠിച്ച് മടുത്തതാന്ന് ഓർക്കട്ടെ. അപ്പം ഞാൻ എന്തായാലും ഈ 2 മണിക്കൂർ പോയി എക്സാം ഹാളിൽ ഇരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കണം. ഞാൻ എക്സാം ഹാളിൽ കയറി അപ്പം ഞാൻ തുടങ്ങും, എങ്ങനെയാലും എഴുതി തീർന്നാൽ മതി. പക്ഷേ അപ്പം എന്തായാലും ഒരു ഓൾ ദി ബെസ്റ്റ് തന്നോ. ശരി, ബൈ. അപ്പം ബൈ, ഞാൻ കോളേജിലേക്ക് പോട്ടെ കേട്ടോ. അപ്പം ഞാൻ എക്സാം എഴുതാൻ പോകണം കേട്ടോ. ബാബു, അങ്ങനെ എക്സാം കഴിഞ്ഞു. ഞാൻ പതുക്കെ സംസാരിക്കുന്ന ആളിവിടെ എല്ലാവരും ഉണ്ട്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ തള്ള് അല്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് മാത്രമല്ല, പിന്നെ ആണെങ്കിൽ ഒരൊറ്റ തള്ളാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ തള്ളി, പക്ഷേ എനിക്ക് കുറേയൊക്കെ അറിയായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ കൂടി എല്ലാം കൂടെ മിക്സ് ചെയ്തങ്ങ് എഴുതി. ഞാൻ നേരത്തെ ഇറങ്ങിയത്. നമുക്ക് 2 മണിക്കൂറാണ് എക്സാം. പക്ഷെ ഞാനാണെങ്കിൽ ഒരു 1.5 മണിക്കൂറിൽ എഴുതി കഴിഞ്ഞു. എനിക്ക് ഈ എക്സാമിന് പോകുമ്പോൾ വേഗം എഴുതി തീർക്കണം. കാരണം എനിക്ക് അവിടെ ഇങ്ങനെ നമ്മൾ പറയില്ലോ, ഇങ്ങനെ പിരി കയറും. എനിക്കിങ്ങനെ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ കുറേ നേരം. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഹാളിൽ എത്തുമ്പോൾ കൈ കിട്ടുന്നതിനനുസരിച്ച് ഒരൊറ്റ എഴുത്തെന്നൊക്കെ പറഞ്ഞാൽ നിർത്തത്തില്ല. ഞാൻ കൈ വേദനിക്കുകയാണെങ്കിലും ഞാൻ നോക്കത്തേ ഇല്ല. സ്റ്റെപ്പിൽ കൂടെ നടക്കുമ്പോൾ തല വീഴുമെന്നൊക്കെ നോക്കണം. ഇവിടെ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ ആരും കാണത്തില്ല നോക്കാൻ. എല്ലാവരും എക്സാം എഴുതുമല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത എക്സാമും കൂടെ തീർന്നു.
നമുക്ക് തിരിച്ച് PG പോവാം. എന്തെങ്കിലും കഴിക്കണം എന്ന് വിശക്കുന്നു. നമുക്ക് നോക്കാം. ഞാനങ്ങനെ ജ്യൂസൊക്കെ മേടിച്ച് എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്കൊരു പാർസൽ. എനിക്കും പാർസലൊക്കെ കിട്ടാറുണ്ടോ. ഞാനിവിടെ വരുന്ന സമയത്ത് എപ്പോഴും ഇവിടെ താഴെ ആരെങ്കിലൊക്കെ പാർസൽ കാണും. അപ്പൊ എനിക്കും എന്തെങ്കിലും ഞാനൊന്നും ഓർഡർ ചെയ്യാറില്ല. യൂഷ്വലി ഞാൻ അങ്ങനെ ഒന്നും അധികം ഓർഡർ ചെയ്യാറില്ല. അപ്പൊ ഇങ്ങനെ എന്നെന്തോ വന്നിട്ടുണ്ട്. എന്താന്ന് പോയി നോക്കണം. നിങ്ങളാ കഴിച്ചതായിരിക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ ഞാൻ പോയി പോട്ടെ. അങ്ങനെ അങ്ങ് ഉറങ്ങിയാലോ. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ എക്സാം ഡേ, ഇതിപ്പോൾ മിഡ് സെം ആണ് കേട്ടോ, എൻ സെം അല്ല, മിഡ് സെം ആണ്. അതുകൊണ്ട് തന്നെ എക്സാം ഡേ പൊതുവെ ഇങ്ങനെയൊക്കെയാണ്. രാവിലെ ബിക്കോസ് എനിക്ക് ഭാഗ്യം കൊണ്ട് ഉച്ചയ്ക്കാണ് എക്സാം ടൈമിങ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം രാവിലെ ആണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല രാവിലെ തന്നെ എണീറ്റ് ഇങ്ങനെയൊക്കെ പോകണമല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഉച്ചയ്ക്കാണ് ഇഷ്ടം. അപ്പോൾ രാവിലെ നമുക്ക് തലേദിവസം രാത്രി ഉഴപ്പിയാലും രാവിലെ നമുക്ക് ഇന്ന് കുറച്ച് നേരം പഠിക്കാം. അപ്പോഴത്തേക്ക് സീരിയസ്നെസ് വരുമല്ലോ, അങ്ങനത്തെ സംഭവം. അപ്പം ഇതാണ് പൊതുവെ എന്താണ് ഒരു എക്സാം ഡേ ഇൻ മൈ ലൈഫ്. ബിക്കോസ് ഞാൻ എക്സാം കഴിഞ്ഞ് വന്നു, ഞാൻ കയറിയപ്പോൾ എൻ്റെ റൂംമേറ്റ് കടന്ന് ഉറങ്ങുക. അപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് ശല്യപ്പെടുത്തണം, ഞാൻ പുറത്ത് വന്ന് പറയണതാണ്, സൈൻ ഓഫ് ചെയ്യാൻ പോവാണ്. കാരണം ഇനി എനിക്ക് പോയിട്ട് ഡ്രസ്സൊക്കെ മാറി അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കണം ഗൈസ്. നാളെ തന്നെ എനിക്ക് അടുത്ത എക്സാം ഉണ്ട്. എന്നെ കൊണ്ട് പോവും. എന്തായാലും കോളേജിലൊക്കെ വന്നല്ലോ, അപ്പോൾ പിന്നെ പഠിക്കണമല്ലോ. ഓൾസോ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് ആയിട്ട് എന്തിനാണ് പഠിക്കുന്നതെന്ന്. അഡ്വക്കേറ്റ് ആയി കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ മാസ്റ്റേഴ്സ് എടുക്കുകയാണ്, PG എടുക്കുകയാണ്. അപ്പോൾ അതാണ് എനിക്ക് എക്സാമും കോളേജൊക്കെ പിന്നെ ഉള്ളത് കേട്ടോ. മുതുക്കിയായി നീ പിന്നെയും പഠിക്കാൻ പോകണമെന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെയും പഠിക്കണം കേസ്. നമുക്ക് മാസ്റ്റേഴ്സ് ആണല്ലോ, PG ആണെന്ന് പറഞ്ഞാൽ പഠിക്കാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും see you in the next video. Do like, share and subscribe. Okay, bye, ടാറ്റാ.